Hello children, let's move on to the fourth unit of our plus one improvement classes. Fourth യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദി സെറാങ് ഓഫ് റാനഗഞ്ചി, ദി റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. ഈ 3 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും SE ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊരു ഡൗട്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും SEക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തരുന്നുണ്ട്. ബാക്കി 2 ചാപ്റ്റേഴ്സിൻ്റെയും ഹൈലൈറ്റഡ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സെറാങ് ഓഫ് റാനഗഞ്ചിയും റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കും നിങ്ങളുടെ വേറെ നോട്ട്സ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ജസ്റ്റ് ആവറേജ് നോട്ട്സ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് നല്ലൊരു കോട്ട് നോക്കാം. വി കനോട്ട് സ്റ്റോപ്പ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ബട്ട് വി കൻ ആം അവർസെൽസ് വിത്ത് നോളജ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് തടയാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അറിവ് കൈമുതലാക്കി വെക്കാം. സോ മെനി ലൈഫ്സ് വുഡൻറ്റ് ഹാവ് ടു ബി ലോസ്റ്റ് ഇഫ് ദെയർ വാസ് ഇനഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഒരു ദുരന്തത്തെ നേരിടാൻ നമ്മൾ നേരത്തെ തയ്യാറായിരുന്നു എങ്കിൽ ഇത്രയും അധികം ജീവൻ ദുരന്തങ്ങളിൽ പൊലിയില്ലായിരുന്നു. അപ്പം പെട്ര നെംകോവ പറഞ്ഞ നല്ലൊരു കോട്ടാണ് ഇത്, നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ഒരു കോട്ട്, വി ലേൺ ഫ്രം എവറി നാച്ചുറൽ ഡിസാസ്റ്റർ വെദർ ഇറ്റ് ഈസ് എ ഫയർ ഓർ എ ഫ്ലഡ്, വി ലേൺ സംതിങ് ഫ്രം ഇറ്റ് സോ വി കൻ റെസ്പോണ്ട് ടു ദി നെക്സ്റ്റ് വൺ ബെറ്റർ. ഓരോ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാഠം പഠിക്കുന്നു. അത് ഫയർ ആണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും എന്താണെങ്കിലും അടുത്ത പ്രാവശ്യം അതുണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ even with all our technology and inventions that make modern life so much easier than it once was, it takes just one big natural disaster to wipe all it away and remind us that here on earth we are still at the mercy of nature. നമ്മൾ സാങ്കേതികമായിട്ടൊക്കെ എത്ര പുരോഗമിച്ചാലും ഒരൊറ്റ നാച്ചുറൽ ഡിസാസ്റ്റർ മതി ഇതെല്ലാം തുടച്ചു നീക്കി ഇല്ലാതാക്കാനായിട്ട്. നമ്മളിപ്പോഴും പ്രകൃതിയുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. അപ്പം മക്കളെ, ഈ കോട്ടുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിച്ച് വെച്ചേക്കുക. ഈ ഒരു യൂണിറ്റിൽ നിന്നും ഏത് ചാപ്റ്റർ ചോദിച്ചാലും നമുക്ക് ഇപ്പം ടൈറ്റാനിക്കിൻ്റെ ചാപ്റ്റർ ആണെങ്കിലും ഈ ചാപ്റ്റർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ തരത്തിലുള്ള കോട്ട്സ് കൊടുക്കാം. ഇനി നമുക്ക് എസ്സേക്കുള്ള പോയിന്റ്സ് നോക്കാം. ഡിസാസ്റ്റേഴ്സ് ആർ സീരിയസ് ഡിസ്റ്റർബൻസസ് ദറ്റ് അഫക്റ്റ് ദി നോർമൽ ഫങ്ഷനിങ് ഓഫ് ദി സൊസൈറ്റി. ദുരന്തം എന്ന് പറയുന്നത് സീരിയസ് ഡിസ്റ്റർബൻസസ് ആണ്, നമ്മുടെ സമൂഹത്തിലെ നോർമലായിട്ടുള്ള ഫങ്ഷൻസിനെ തടസ്സപ്പെടുത്തുന്നു. ദേ ലീഡ് ടു ഫിയർ, ഡെത്ത് ആൻഡ് ഡാമേജസ്. ഭയം ഉണ്ടാക്കുന്നു, മരണങ്ങൾ ഉണ്ടാക്കുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. സ്വാഭാവികമായിട്ടുണ്ടാകാം ഡിസാസ്റ്റർ, അതുപോലെ മനുഷ്യനിർമ്മിതമായിട്ടും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. In both cases, they cause great loss to life and property. നാച്ചുറൽ ആണെങ്കിലും മാൻമെയ്ഡ് ആണെങ്കിലും ജീവനും അതുപോലെ സമ്പത്തിനും പ്രോപ്പർട്ടിക്കും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു ദുരന്തങ്ങൾ. Due to its geographical location and geological formation, India is highly prone to disasters. ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ ലൊക്കേഷൻ കാരണം ഇന്ത്യയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Natural disasters are caused by nature and they are far beyond human control. സ്വാഭാവികമായിട്ടുള്ള ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അത് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നതാണ്, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. Earthquake, drought, flood, etc. are some examples. ഭൂമികുലുക്കം, വരൾച്ച, വെള്ളപ്പൊക്കം ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ കോസ്ഡ് ബൈ മാൻ നോയിങ്ലി ഓർ അൺനോയിങ്ലി. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ. ആക്സിഡൻറ്റ്, വാർ, ന്യൂക്ലിയർ അറ്റാക്ക് എക്സെട്ര ആർ എക്സാമ്പിൾസ്. അപകടങ്ങൾ, അതുപോലെ യുദ്ധങ്ങൾ, ന്യൂക്ലിയർ അറ്റാക്ക് ഇതൊക്കെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓർ എ വെൽ ഡിസൈൻഡ് പ്ലാൻ ബൈ വിച്ച് ദി ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് എ ഡിസാസ്റ്റർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ദുരന്തങ്ങൾ തടയാൻ പറ്റത്തില്ല, പക്ഷേ ഈ ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പരിണിത ഫലം അത് കുറയ്ക്കാൻ പറ്റും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ.
ഇറ്റ് ഈസ് ദി എഫർട്ട് ദറ്റ് ദി ഗവൺമെൻറ് ടേക്സ് ടു ഡീൽ എൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ശ്രമമാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് റിസൾട്ട് ഇൻ ഡാമേജ്. ദുരന്തങ്ങൾ എന്തായാലും നാശനഷ്ടങ്ങൾ വിതയ്ക്കും അല്ലേ. ഡിസാസ്റ്റേഴ്സ് കനോട്ട് ബി സ്റ്റോപ്ഡ് ബട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്യാൻ ബി സ്ട്രെങ്തൻഡ്. ദുരന്തങ്ങൾ നമുക്ക് നിർത്താൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല, പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് ഒന്നുകൂടി ശക്തിപ്പെടുത്താം. Disaster management can be in the form of disaster prevention, disaster awareness and preparation. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഡിസാസ്റ്റർ പ്രിവെൻഷൻ, അതായത് ദുരന്തം ഉണ്ടാകാതെ നോക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസാസ്റ്റർ അവെയർനെസ്, ഡിസാസ്റ്ററിനെ കുറിച്ച് ബോധവൽക്കരണം. പിന്നെ അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കുക, പ്രിപ്പയർഡായിട്ട് നിൽക്കുക, ഒരു ദുരന്തം വന്നാൽ നേരിടാൻ തയ്യാറായി നിൽക്കുക. ലാക്ക് ഓഫ് ഇനഫ് വാർണിംഗ് സിസ്റ്റം ആൻഡ് എക്യുപ്മെൻറ്റ് ആർ ദി മേജർ പ്രോബ്ലംസ്. നമുക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ ദുരന്തം നേരിടാനായിട്ട് ഉള്ള സാമഗ്രികൾ, എക്യുപ്മെൻറ്റ്സ് വളരെ കുറവാണ്. വി ഡു നോട്ട് ഹാവ് ഇനഫ് ട്രെയിൻഡ് പീപ്പിൾ ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻ. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇതിന് പരിശീലനം കിട്ടിയ ആൾക്കാരും വളരെ കുറവാണ്, ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട്. ഗവൺമെൻറ് ഷുഡ് ട്രെയിൻ a police and army for disaster management. ഇനി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് എന്ന് വെച്ചാൽ പുനരധിവാസം ഷുഡ് ബി ഗിവൺ ആഫ്റ്റർ ദി ഔട്ട്ബ്രേക്ക് ഓഫ് എ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ അവരെ, ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കണം. ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? ആഹാരം, പാർപ്പിടം, അതുപോലെ വസ്ത്രം. കൗൺസിലിംഗ് ക്യാൻ ബി അറേഞ്ച്ഡ് ഫോർ വിക്ടിം. ദുരന്തത്തിൽ കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ട ആ ആൾക്കാർക്ക് വേണ്ടി അവർക്ക് നമുക്കൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പോലീസ് ക്യാൻ ഹെൽപ്പ് ടു ഫൈൻഡ് ദി ലോസ്റ്റ് റിലേറ്റീവ്സ്. കാണാതെ പോയ അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനായിട്ട് പോലീസിന് സഹായിക്കാം. ഇനിയുള്ളത് പ്രോബ്ലംസ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അത് മിക്കവാറും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങൾ. The building structure becomes the cause of destruction and death in some natural disasters like earthquake and tsunami. ഭൂമികുലുക്കവും സുനാമിയൊക്കെ വരുമ്പോഴത്തേക്ക് ബിൽഡിംഗ് സ്ട്രക്ചറാണ് പ്രശ്നം. കെട്ടിടം മുഴുവൻ തകർന്നു വീണ് ആൾക്കാരെല്ലാം മരിച്ചു പോകുന്നു. In developing countries, only 30% of the buildings are constructed according to the rules laid by the government. വികസ്വര രാജ്യങ്ങളിൽ 30% കെട്ടിടങ്ങൾ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം പണിയപ്പെടുന്നുള്ളൂ. The Palarivattam flyover was ordered to be reconstructed since it was built using low quality building materials. നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ അത് വീണ്ടും നിർമ്മിക്കാൻ പറഞ്ഞു, പുനർനിർമ്മിക്കാനായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതുണ്ടാക്കിയത് ലോ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടാണ്. അതുപോലെ മരട് ഫ്ലാറ്റ്സ് വെർ ഡിമോളിഷ്ഡ് ബിക്കോസ് ദേ വെർ കൺസ്ട്രക്റ്റഡ് വയലേറ്റിംഗ് ദി ഗവൺമെൻറ് റൂൾ. ഗവൺമെൻറ് റൂള് വയലേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ മരട് ഫ്ലാറ്റ്സ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അത് തകർത്ത് കളയേണ്ടി വന്നത്. അപ്പം മക്കളെ, നിങ്ങളുടെ ഉത്തരത്തിനകത്ത് ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മാൻമെയ്ഡ് ദുരന്തങ്ങൾ എന്ന് പറയുമ്പം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. പാലാരിവട്ടത്തിൻ്റെ കാര്യവും മരട് ഫ്ലാറ്റിൻ്റെ കാര്യവും, അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയോ അല്ലെങ്കിൽ എൻഡോസൾഫാൻ്റെ കാര്യമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ കുറവും അതുപോലെ ലോ ക്വാളിറ്റിയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണവും ഒക്കെയാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണം. ഓക്കെ, ദെർഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ്, പ്രൈവറ്റ് ബിൽഡിംഗ് ആണെങ്കിലും പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിലും പ്ലാനിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നിർബന്ധമാക്കണം. എല്ലാത്തിനും ഉപരി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വേണം കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. നിലവിലുള്ള കെട്ടിടങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക, എന്നിട്ട് അതിലെ കേടുപാടുകൾ ഓണറിനെ അറിയിക്കുക. ദുരന്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഏരിയ ആണെങ്കിൽ, അതായത് ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ആണെങ്കിൽ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം, അതായത് ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി 2018 ഫ്ലഡിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ. അപ്പം ഏത് ഫ്ലഡിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ജൂലൈ അവസാനത്തോടു കൂടി തുടങ്ങിയ ഫ്ലഡ് ഓഗസ്റ്റ് അവസാനം വരെ നീണ്ടു നിന്നു.
ഹെവി റെയിൻ മാത്രമല്ല 44 ഡാമിൽ 35 ഡാമും തുറന്നു വിട്ടു. അതൊക്കെയാണ് ഈ ദുരന്തം കൂട്ടാനായിട്ടുള്ള കാരണം വെള്ളപ്പൊക്കമൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഈ 35 ഡാമുകൾ തുറന്നു വിട്ടതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം, ദുരന്തത്തിൻ്റെ ആഘാതം ഒന്നുകൂടെ കൂട്ടിയത്. ദി വേഴ്സ്റ്റ് എഫക്റ്റഡ് ഏരിയാസ്, ഏറ്റവും കൂടുതൽ ദുരന്തം ബാധിച്ചത് ചെങ്ങന്നൂർ, കുട്ടനാട്, ആറന്മുള, ആലുവ, ചാലക്കുടി, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയിപ്പോയി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനായിട്ട് റേഞ്ച് എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു. പിന്നെ ഇലക്ട്രിസിറ്റി, നമുക്ക് അപകടം ഒഴിവാക്കാനായിട്ട് ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കപ്പെട്ടു. ഓക്കെ, നേവി, ആർമി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ് ഇവരൊക്കെ രാപകലില്ലാതെ കഷ്ടപ്പെട്ടാണ് റിലീഫ് മെഷേഴ്സിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററായ സെറാങ് ഓഫ് റണഗഞ്ചിയിൽ അത്യാവശ്യമായിട്ട് നോക്കി വെക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസനാണ്. ഡോക്ടർ ക്രോണിൻ്റെയും ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് ഏകദേശം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളുടെ നോട്ടിൽ കാണും. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് പാസ്സാവാനായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് മാത്രമാണ് പറയുന്നത്. ഹസൻ ഈസ് ദി സെറാങ് ഓഫ് റണഗഞ്ചി. റണഗഞ്ചി എന്ന ഷിപ്പിലെ സെറാങ് ആണ് ഹസൻ. സെറാങ് എന്ന് പറഞ്ഞ ഒരു ജീവനക്കാരൻ. ഹീ ഈസ് എ വെരി ഹംബിൾ ആൻഡ് സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. വളരെ എളിമയുള്ളതും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹസൻ. ഹീ ഈസ് സെൽഫ്ലെസ്, കൈൻഡ് ഹാർട്ടഡ് ആൻഡ് റെഡിയാണ്, സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ടു സാക്രിഫൈസ് എവ്രിതിങ് ഫോർ അതേഴ്സ്. നിസ്വാർത്ഥനാണ്, കരുണയുള്ളവനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായ ആളാണ്. When his friends were down with smallpox, Hassan nursed them without caring his own life. ഹസൻ്റെ സഹപ്രവർത്തകർക്ക് സ്മോൾ പോക്സ് പിടിപെട്ടപ്പോൾ ഹസൻ അവരെ നഴ്സ് ചെയ്തു, അവരെ ശുശ്രൂഷിച്ചു. സ്വന്തം ജീവൻ പോലും വകവെൽക്കാതെ അവരെ ശുശ്രൂഷിച്ചു. ഹസൻ ഹാസ് കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. ഹസന് ധൈര്യമുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, വിശ്വാസമുണ്ട്. ഹീസ് ക്രൈസ്റ്റ് ലൈക്ക്. ത്യാഗം ചെയ്യുന്നതുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന, സേവനം ചെയ്യുന്നതുകൊണ്ടാണ്. ക്രൈസ്റ്റ് ലൈക്ക് ആണ്, യേശു ക്രിസ്തുവിനെ പോലെയാണ് ഹസൻ. ഹീ ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ മണി ആൻഡ് ടൈറ്റിൽസ്. പണത്തിലോ പദവിയിലോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. ഹീ ബിക്കെയിം എൻ ഐ ഓപ്പണർ ടു ഡോക്ടർ എ ജെ ക്രോണിൻ. ഡോക്ടർ എ ജെ ക്രോണിൻ്റെ കണ്ണു തുറപ്പിച്ചു ഹസൻ. ദി ഡോക്ടർ സേസ് ദാറ്റ് ഹസൻ ഇസ് ദ ഓൺലി ഹ്യൂമൻ ബീയിങ് ഇൻ ദ ഷിപ്പ്, ഓൾ അതേഴ്സ് ആർ ആനിമൽസ്. ഹസൻ മാത്രമേ ഉള്ളൂ ആ കപ്പലിൽ ഒരു മനുഷ്യനായിട്ടുള്ളത്, ബാക്കി എല്ലാവരും മൃഗങ്ങളാണ് എന്ന് ഡോക്ടർ ഒടുവിൽ പറയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഹസൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ സ്കെച്ച്. ഇനി ഡോക്ടർ എ ജെ ക്രോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹി വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആൻഡ് ഫിസിഷ്യൻ. ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം, അതുപോലെ തന്നെ ഡോക്ടറുമാണ്, ഫിസിഷ്യനാണ്. ഹീ വാസ് ദി ഫിസിഷ്യൻ ഓഫ് ദി ഷിപ്പ് റാണഗഞ്ചി. റാണഗഞ്ചി എന്ന ഷിപ്പിലെ ഫിസിഷ്യനാണ്. മക്കളെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഹി എച്ച് ക്യാപിറ്റലാക്കിയേക്കണേ. ഹീ വാസ് എ ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്പാഷനേറ്റ് ഡോക്ടർ. വളരെ ഡെഡിക്കേറ്റഡും സ്നേഹസമ്പന്നനുമായിട്ടുള്ള കരുണയുള്ള ഒരു ഡോക്ടറായിരുന്നു. ഹി വാസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് പ്രൊഫഷൻ ഡ്യൂറിങ് ദി വോയേജ്. ആ കപ്പൽ യാത്രയിൽ അദ്ദേഹം വളരെ യങ് ആയിരുന്നു, ചെറുപ്പക്കാരനും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഡോക്ടറായിരുന്നു. ഹി വാസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ ഹിസ് ഫീലിങ്സ് വെൻ ഹി ഡയഗ്നോസ്ഡ് സ്മോൾ പോക്സ് ഇൻ ദ ഷിപ്പ്. കപ്പലിൽ സ്മോൾ പോക്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ഹിസ് ഫിംഗേഴ്സ് ഷിവേർഡ്. അയാൾ ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി, അയാളുടെ കൈയൊക്കെ കൂടി വിറച്ചു. ബീയിങ് എ റെസ്പോൺസിബിൾ ഡോക്ടർ, ഹി നഴ്സ്ഡ് ഹിസ് പേഷ്യൻസ് ഡേ ആൻഡ് നൈറ്റ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്തമുള്ളൊരു ഡോക്ടറായി മാറുകയും പേഷ്യൻസിനെ രാപകലില്ലാതെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഹി വാസ് ഇംപ്രസ്ഡ് ബൈ ദി ക്യാരക്ടർ ഓഫ് ഹസൻ. ഹസൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് ഇംപ്രസ്ഡായി അദ്ദേഹം. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹിസ് ഡിസയർ ഫോർ മണി ആൻഡ് ഫെയിം ഇസ് ഷെയിംഫുൾ. അദ്ദേഹം മനസ്സിലാക്കുന്നു പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നാണക്കേടാണ്, ലജ്ജാവഹമാണ് എന്നത്. ദി റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന ചാപ്റ്റർ ബെഞ്ചമിൻ പെക്കേത്ത് എഴുതിയതാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് ദറ്റ് ടുക്ക് പ്ലേസ് ഓൺ 14th April 1912. 14th April നടന്ന ഏറ്റവും വലിയൊരു കടൽ ദുരന്തമാണ് ഇത്. The bravery, selfless service and the sacrifice of the captain and the crew are highlighted. ക്യാപ്റ്റൻ സ്മിത്തിൻ്റെയും മറ്റ് ജീവനക്കാരുടെയും ധൈര്യവും അവരുടെ നിസ്വാർത്ഥമായ സേവനവും ത്യാഗവും ഒക്കെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിക് വാസ് ദി ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ്.
ഏറ്റവും വലിയ ഗംഭീരമായ ഒരു ഷിപ്പായിരുന്നു ടൈറ്റാനിക്. ഇറ്റ് വാസ് കൺസിഡേർഡ് അൺസിങ്കബിൾ, ഒരിക്കലും മുങ്ങാത്തത് എന്ന പേര് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാതാക്കൾ വിശ്വസിച്ചിരുന്നത്, അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. On its maiden voyage, the Titanic hit a huge mountain of ice and began sinking. മെയ്ഡൻ വോയേജ് എന്ന് പറഞ്ഞാൽ കന്നിയാത്ര. ടൈറ്റാനിക് കന്നിയാത്രയിൽ തന്നെ ഒരു വലിയ മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് മുങ്ങാൻ തുടങ്ങി. ദ ബ്രേവ് ക്യാപ്റ്റൻ ഓർഡേർഡ്, ബി ബ്രിട്ടീഷ്, ബി ട്രൂ. ധീരനായ ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ഓർഡർ ചെയ്തു, ബ്രിട്ടീഷുകാരനാകുക, സത്യസന്ധനാകുക, ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഗുണം കാണിക്കുക. ദ ക്രൂ സേവ്ഡ് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. ജീവനക്കാർ എല്ലാവരും ചേർന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. They sacrificed their own lives to save the people of the Titanic. അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി, സ്വന്തം ജീവൻ ബലി കഴിച്ച് ടൈറ്റാനിക്കിലുള്ള ആൾക്കാരെ രക്ഷിച്ചു. So the brave captain and the crew will be remembered forever. ധീരരായ ആ ക്യാപ്റ്റനെയും ജീവനക്കാരെയും എന്നെന്നും ആൾക്കാർ ഓർത്തിരിക്കും. ഇനി ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പിറ്റേ ദിവസം പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. അപ്പോൾ അതിന് നല്ല ക്യാച്ചി ആയിട്ടൊരു ടൈറ്റിൽ കൊടുക്കാം. വേഴ്സ്റ്റ് ഓഷ്യൻ ഡിസാസ്റ്റർ ഇൻ വേൾഡ് ഹിസ്റ്ററി. ടൈറ്റാനിക് ഗോസ് ഡൗൺ, അറൗണ്ട് 1500 ലൈവ്സ് ആർ ലോസ്റ്റ്. ഇത്തരത്തിൽ നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് ആദ്യം കൊടുക്കാം. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി റിപ്പോർട്ടായിട്ട് എഴുതുക. ന്യൂയോർക്ക്, April 14th. ഇത് ന്യൂയോർക്ക് സ്ഥലമാണ്, ഡേറ്റ് കൊടുക്കുക. ഓക്കെ. ദി മെയ്ഡൻ വോയേജ് ഓഫ് ദി വൈറ്റ് സ്റ്റാർ ലൈനർ ടൈറ്റാനിക്. ടൈറ്റാനിക്കിനെ വർണ്ണിച്ചിരിക്കുകയാണ്. ദി ലാർജസ്റ്റ് ഷിപ്പ് എവർ ലോഞ്ച്ഡ് ഹാസ് എൻഡഡ് ഇൻ ഡിസാസ്റ്റർ. ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറി എഴുതിയിട്ടില്ലേ, ആ സമ്മറി നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് എഴുതിയാൽ മതി. ഒരു ടൈറ്റിലും കൊടുത്തിട്ട് പിന്നെ പ്ലേസും ഡേറ്റും വെച്ചതിന് ശേഷം നമ്മുടെ ആ സമ്മറിയെ റിപ്പോർട്ടായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങൾക്ക് പകുതി മാർക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ. നല്ലൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ഡീറ്റെയിൽസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.